ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ സ്റ്റൈല് കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ കൊഞ്ചാണ്, ഒരു ഇടത്തരം കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഞാനത് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. നമുക്കിതിൽ മസാല ഇടാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് പുരട്ടി ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ച് അതിനുശേഷം നമ്മൾ ഈ കൊഞ്ച് വറുത്തെടുക്കുകയാണ്. നമുക്കിതിനധികം വലിയ രീതിയിലൊന്നും വറുത്തെടുക്കണം. ഒരു ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. ഇപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. കൊഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്ന് അതിൽ കിടന്ന് ഇതങ്ങ് വെന്തെടുത്തോളൂ. ഇപ്പം നമ്മുടെ കൊഞ്ചെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി റോസ്റ്റ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി ഇതെല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മൺചട്ടി എടുത്ത് അതിലേക്ക് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് സവാള ഇടുക. സവാള ഒന്ന് നല്ല രീതിയിൽ വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇടുക. അതിലേക്ക് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റുക. സവാളയും കുഞ്ഞുള്ളിയൊക്കെ നല്ല രീതിയിൽ വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കും. നമ്മൾക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി, കുറച്ച് കളറിന് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടാം. എല്ലാം ഇട്ട് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കും. അതിൻ്റെ പച്ചക്കൊത്തൊക്കെ മാറുന്ന വരെ നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ അതിന് ശേഷം ഇളം ചൂടുവെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇത് ഒന്ന് വേവിച്ചെടുക്കുക. ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കുക. തുറന്നപ്പോൾ തന്നെ എന്ത് നല്ല മണമായിരുന്നറിയോ. അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു തനി നാടൻ സ്റ്റൈൽ കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.